ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരും ഒരു IT സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഭാരവാഹികളും CEO-യും ഒപ്പം ഒരു UK നിക്ഷേപകനും കൂടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുടെ തന്നെ നമുക്ക് ചോദിക്കാം. സർ, പേരെന്താണ്? സജിത് കുമാർ, കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജറാണ്. എങ്ങനെയാണ് ഈ ഒരു IT കമ്പനി ഒരു നിക്ഷേപകത്തിലേക്ക് UK-യിൽ നിന്ന് എത്തിയത് കാസർഗോഡ്? ഞങ്ങൾ 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് സാർ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി നടത്തിയിരുന്നു, ഒരു റൈസിംഗ് കാസർഗോഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അപ്പോൾ അതിൽ നമ്മൾ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു UK കമ്പനി അവിടെ വരികയുണ്ടായി. അതാണ് ലിങ്ക് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടറാണ് ശ്രീ ജെയിനി. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഞങ്ങളുടെ കാസർഗോഡുള്ള അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 60ഓളം പേര് ജോലി ചെയ്യുന്ന ഒരു IT സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇവിടെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെയൊരു ഈ IT കമ്പനി നമ്മുടെ ആയിട്ട് ബന്ധപ്പെടുന്നതും അങ്ങനെ UK-യിൽ നിന്ന് നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നതും അല്ലേ? ഞങ്ങൾ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോൾ ഞങ്ങൾ എല്ലാ തരം ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇദ്ദേഹമൊക്കെ വരുന്ന ചേംബർ ഓഫ് കൊമേഴ്സ്, ഇപ്പോൾ കാസർഗോഡ് ചാപ്റ്റർ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ കാസർഗോഡ് ചാപ്റ്റർ ഉണ്ട്. അവരാണ് ശരിക്കും ഈ UK പ്രൊമോട്ടറെ ആക്ച്വലി നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്ക് അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് അവിടെ സ്ഥാപനം അവരുടെ അവിടെ നടക്കുന്നു. നമുക്കിനി UK-യിലെ ഇൻവെസ്റ്ററുടെ തന്നെ ചോദിക്കാം. സർ, വാട്ട്സ് യുവർ ഗുഡ് നെയിം? Jamie Sabarani. വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ഇൻ Kerala Summit? The experience here has been great, looking at all the investment and the opportunities. We're a bit familiar because we opened our first operation up in Kasaragod here, in 2023. So we've been investing since 2023 and we're looking to continue our investment as well. What's the reason for invest in Kerala? Amazing people, great level of expertise and knowledge. Our business is about having great people that we can develop and train, that have got the skills and the knowledge and the expertise already in education, and then developing those people into the workforce. So we have our own academy here. We're building our own product and development team. We're investing in AI and machine learning and intelligent automation. Thank you, sir. Okay. ഇദ്ദേഹം ഒരു IT കമ്പനിയുടെ CEO ആണ്, ഡയറക്ടറാണ്, മാനേജിങ് ഡയറക്ടറാണ്. പേരെന്താണ്? ഹരീഷ് എന്നാണ് പേര്. ഞാൻ കാസർഗോഡ് കുറ്റിക്കോലാണ് സ്വദേശം. താങ്കളുടെ കമ്പനിക്ക് ഇപ്പം UK-യിൽ നിന്നാണ് നിക്ഷേപം വരുന്നത്. എന്തു തോന്നുന്നത്? സന്തോഷമുണ്ട്. നമ്മൾ കാസർഗോഡ് പോലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനൊരു ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അതേപോലെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും സാധ്യമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ആദ്യഘട്ടം എന്നോണം എന്തെങ്കിലും നിക്ഷേപം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതേക്കുറിച്ച്, നിക്ഷേപത്തെക്കുറിച്ച് ഒന്ന് പറയുമോ? 25 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് കഴിഞ്ഞ 2 വർഷത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അത് ഈ ഒരു വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത് ഒരു 50 കോടിയുടെ നിക്ഷേപമാണ്. നമ്മൾ ഇപ്പം ഓൾറെഡി നമുക്ക് 60ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുതുതായിട്ട് കൊച്ചിയിൽ ഒരു ഇന്നൊവേഷൻ ഹബ്ബ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ് കൊച്ചിയിൽ. സോ അവിടെ ഒരു 100ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ, ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. സോ അതൊരു വേറെ വേറെ ഫേസ് ആയിരിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു ഗ്രോത്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പം ജില്ലാ വ്യവസായ കേന്ദ്രം നടത്തിയൊരു സമ്മിറ്റിലൂടെയാണ് ആദ്യഘട്ടത്തിൽ നിന്ന് UK-യിൽ നിന്ന് നിക്ഷേപം വന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേഞ്ചസ് കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടികളും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള നടപടികളും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നുള്ളത്. അത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം കൂടിയാണ്.
തീർച്ചയായിട്ടും വലിയ ജനപങ്കാളിത്തമാണ്. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ പാർട്ടായിട്ടും അല്ലെങ്കിൽ വേറെ കമ്പനികൾ കൂടിയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് വലിയൊരു ജനപങ്കാളിത്തമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് പേരെന്താ? എൻ്റെ ഒരു ശ്യാം. ചുമതല എന്താ? ഞാൻ ചാപ്റ്ററിൻ്റെ ചെയർമാനാണ്. ചരിത്ര പ്രധാനമായ ഒരു സമ്മിറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടുകൂടിയാണ് 26 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നു. വലിയ ജനപങ്കാളിത്തം എങ്ങനെ കാണുന്നു ചേംബർ ഓഫ് കൊമേഴ്സ്? ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷകരമായൊരു നിമിഷമാണ്. കേരളം ലോകത്തിന് തുറന്നു കൊടുക്കുന്ന അവസരങ്ങൾ അത് ഷോക്കേസ് ചെയ്യുന്ന ഈ ഒരു മഹാമേള എന്തു തന്നെയായാലും വളരെ വലിയൊരു വിജയമാണ്. വലിയ വ്യവസായങ്ങളെ നമ്മൾക്ക് ആകർഷിക്കുവാൻ വേണ്ടി നമുക്ക് ഈ സംഗമം വഴി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.